ഹായ് ഗൈസ്, എഗ് ടൊമാറ്റോ റൈസ് ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഒരു കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് തിളപ്പിക്കുന്നത് ഞാൻ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഹോൾ സ്പൈസസും ചേർത്ത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെള്ളം പോകാൻ വെച്ചിരുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ റൈസ് എല്ലായിടത്തും ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ മാത്രം വേകാതെ കിടക്കും, താഴെ കൂടുതൽ വെന്തും പോവും. ഞാൻ തെർമൽ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ റൈസിന് തൊട്ട് താഴെ വെള്ളം വരുന്നത് വരെ തിളപ്പിക്കണം. അതിന് ശേഷം അത് അടച്ച് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് എഗ് ടൊമാറ്റോ മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ആദ്യം കുറച്ച് നെയ്യിൽ നീളത്തിൽ അരിഞ്ഞ സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഈ സവാള നീളത്തിൽ അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞ സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം പോകുമ്പോൾ ഒരു വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ടൊമാറ്റോ നല്ല സോഫ്റ്റായി വരണം. ഇത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 2 കോഴിമുട്ട ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് നടുക്ക് ഒഴിച്ചു കൊടുക്കുക. വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ അത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതൊന്ന് കുക്കായി വരുമ്പോൾ ഈ ടൊമാറ്റോ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്താൽ എഗ് ടൊമാറ്റോ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇങ്ങനെ തെർമൽ കുക്കറിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്. റൈസ് കൂടുതലായിട്ട് വെന്ത് പോവോ അല്ലെങ്കിൽ വെന്തില്ലയോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. ഇപ്പോൾ താഴെ നോക്കും, ഒട്ടും വെള്ളമൊന്നുമില്ല, നല്ല കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. റൈസ് നല്ല അടർന്നടർന്ന് തന്നെയാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഈ ടൊമാറ്റോ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല ബിരിയാണിയുടെ തന്നെ സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്തെടുത്താൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.